ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. സോ നമുക്ക് ഇന്നൊരു പുതിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ ആനുവൽ എക്സാമിനേഷൻ അടുത്ത് വരുവാണ്. അപ്പോൾ ഏകദേശം സ്കൂളിലെല്ലാം ചാപ്റ്റേഴ്സ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈ ജാനുവരി എൻഡ് എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. ദെൻ ഫെബ്രുവരി ഓൺവേർഡ്സ് റിവിഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തുകൊണ്ടുള്ള റിവിഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പേപ്പർ, അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളയരുത്, അതിനെ ഫയൽ ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി എന്ന് പറഞ്ഞൊരു ബുക്ക് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ബുക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ്, ചിലപ്പോൾ മിക്ക സ്കൂളിലും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു 30% ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ചില സ്കൂളിൽ എന്തായിരിക്കും, ഏതെങ്കിലും ഇതിന് ചൂസ് ചെയ്ത് ടോട്ടൽ 13 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ചൂസ് ചെയ്തിട്ടുള്ള 7 or 8 ചാപ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് പേജിൻ്റെ അകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ ആനുവൽ എക്സാമിനേഷന് വരുന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും, ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ടച്ച് ചെയ്താണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ എടുത്തതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയ്ക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്. എപ്പോഴും ആനുവൽ എക്സാമിനേഷൻ അല്ല, ഏത് എക്സാമിനെയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ആ ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും, അതായത് മാത്സ്, ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടിരുന്ന് മാത്സ് മാത്രം പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഇപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുള്ളൂ, ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത്. ഇപ്പോൾ ഇൻഡിജേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ഉണ്ട്, ഡേറ്റ ഹാൻഡ്ലിംഗ് ഉണ്ട്, സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്, ലൈൻസ് ആൻഡ് ആംഗിൾസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ എന്തുണ്ടാവും, സബ് ടോപ്പിക്സ് ഉണ്ടാവും. ഇൻഡിജേഴ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അഡീഷൻ സബ്ട്രാക്ഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക് അതാണ്. ഫ്രാക്ഷൻസിൻ്റെ അകത്ത് അഡീഷൻ സബ്ട്രാക്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിലുള്ളൊരു ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഈ 5 ചാപ്റ്ററിനെ ടച്ച് ചെയ്ത് എന്ത് ചെയ്യാം, കുറേശ്ശെ റിവിഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു ചാപ്റ്ററെ റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്ത് പഠിക്കുക. ഇൻഡിജേഴ്സ് എടുക്കുക, ഫ്രാക്ഷൻസ്. ഇപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഡിജേഴ്സിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടോപ്പിക് എന്താണ് അത് മാത്രം അന്നത്തെ ദിവസം കവർ ചെയ്യണം. അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടോപ്പിക് എന്താണ് അത് മാത്രം കവർ ചെയ്യുക. എന്നാൽ മാത്രമേ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ടച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാര്യം ഒത്തിരി പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും സമയം കിട്ടില്ല. സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ടീച്ചറിനോട് ചോദിക്കണം ഏതൊക്കെയായിരിക്കും ആനുവൽ എക്സാമിന് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം എല്ലാവർക്കും ലാസ്റ്റ് എത്തിക്കാണും, സിമെട്രി വിഷ്വലൈസിംഗ് ഒക്കെ എത്തിക്കാണും. പിന്നെ എല്ലാ സ്കൂളുകളിലും ഓർഡറിലായിരിക്കില്ല എടുക്കുന്നത്, പല സ്കൂളിലും പല ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സിമെട്രി ആയിരിക്കും തുടങ്ങിയിട്ടുള്ളത്. മിക്കവാറും ഞാൻ ക്ലാസ്സിൽ ട്യൂഷൻ എടുക്കുമ്പോഴൊക്കെ അവർ അങ്ങനെയാണ് പറയുന്നത്, ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻഡിങ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഓർഡറിലാണ് ഞാൻ എടുത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ആ ഓർഡറിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന എത്രയാണ്, 13 ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ എനിക്ക് വൺ ഷോട്ടിൽ ഒരൊറ്റ വീഡിയോയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പല വീഡിയോസായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ അകത്തും, അതായത് നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് കോപ്പി ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നമുക്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിജേഴ്സ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, ഡേറ്റ ഹാൻഡ്ലിംഗ്, സിമ്പിൾ ഇക്വേഷൻസ്, ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാങ്കിൾസ് ആൻഡ് പ്രോപ്പർട്ടീസ്, comparing quantities, rational numbers, perimeter and area, algebraic expressions, exponents and powers, symmetry, visualizing solid shapes. Okay, ഈ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ആണ്. കാര്യം നമുക്ക് വിഷ്വലൈസിങ് സോളിഡ് ഷേപ്സും സിമെട്രി ഒന്നും നമുക്ക് നെക്സ്റ്റ് ഇയറിലത്തേക്ക് വേണ്ട. ഓക്കെ, 8th സ്റ്റാൻഡേർഡിലത്തേക്ക് ഡിലീറ്റഡ് പോർഷൻസ് ആണ് ഇത് 2. അപ്പോൾ ഇതുവരെയുള്ള ഈ എക്സ്പോണൻസ് വരെയുള്ള ചാപ്റ്റേഴ്സ് എന്താണ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് നോട്ട്സ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഡീപ്പായിട്ട് പഠിക്കാനില്ല. പക്ഷെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്. അതിൽ തന്നെയും നിങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് പോർഷൻസ് ഓരോ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡിജേഴ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്താണ്, പ്രോപ്പർട്ടീസ് മുതലാണ്. പക്ഷെ അതിന് മുന്നേ ഒരു വലിയൊരു എക്സസൈസ് ഉണ്ടായിരുന്നു. പിന്നെ റീകോൾ ചെയ്യാൻ, അഡീഷൻ സബ്ട്രാക്ഷൻ റീകോൾ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ, അതെല്ലാം ഡിലീറ്റഡ് ആണ്. വൈ ഡിലീറ്റഡ്? നിങ്ങളിതെല്ലാം പഠിച്ചു കഴിഞ്ഞു. എപ്പോഴാണ്, 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഡിലീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചാപ്റ്റർ നമ്പർ 8 റാഷണൽ നമ്പേഴ്സ്. ഈ റാഷണൽ നമ്പേഴ്സ് ആണ് നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ.
റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് റാഷണൽ നമ്പറിൻ്റെ ഈ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല. ഡയറക്റ്റ് എന്തിലാണ് പോകുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് റാഷണൽ നമ്പേഴ്സ് അഡീഷൻ ചെയ്യാനും സബ്ട്രാക്ഷൻ ചെയ്യാനും നമ്പർ ലൈനിലേക്ക് വരയ്ക്കാനും എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, 7ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അത് 8ാം ക്ലാസ്സിലേക്ക് ഡിവിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ചെറിയൊരു ചാപ്റ്ററാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, പ്രോപ്പർട്ടീസ് മാത്രം പഠിക്കാൻ. പക്ഷേ ഈ റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഇൻഡിജേഴ്സ് ഞാൻ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ കണക്കിനുള്ള രീതിയിലായിരിക്കും വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളത് എഴുതിയെടുത്തതാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എങ്ങനെയാണ് ഈസി ആയിട്ട് അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രീതിക്കായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നേ പറയുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബൈ.